ബ്രിട്ടീഷ് പാരമ്പര്യമുള്ള കാറാണ് അംബാസഡർ. ഇതേ അംബാസഡർ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ട് UK കയറ്റുമതി ചെയ്തിട്ടുണ്ട് എന്നറിയാമോ? അവസാനം വന്ന അംബാസഡർ, അതായത് അംബാസഡറിൻ്റെ ലാസ്റ്റ് ജനറേഷൻ ഏതറിയാമോ? അംബാസഡറിൻ്റെ നോവ പോലുള്ള മോഡലുകളിൽ സ്റ്റിയറിംഗ് ഒരിത്തിരി ചെരിഞ്ഞിരിക്കും. അതിനെന്താണ് കാരണം? ഇതിൻ്റെ ബ്രേക്ക് പെഡൽ ഹാങ്ങിങ് ആണ്, പക്ഷേ ക്ലച്ച് പെഡൽ താഴേക്കാണ്. അതെന്താണ് കാരണം? നമ്മൾ സാധാരണ രണ്ട് ബോഡി സ്റ്റൈലുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ബോഡി ഓൺ ഫ്രെയിമും മോണോക്കോക്കും. എന്നാൽ ഇത് രണ്ടുമല്ലാത്ത ഹിന്ദുസ്ഥാൻ അംബാസഡർ ഇന്ത്യൻ റോഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കാറാണത്. ഇന്ത്യയിലെ ചരിത്രം പറഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള വണ്ടികളിലൊന്ന് അംബാസഡറാണ്. ഏകദേശം 57 വർഷത്തോളം നിരത്തിലുണ്ടായിരുന്ന വണ്ടിക്ക് എന്തുകൊണ്ടാണ് പക്ഷേ നാട് വിടേണ്ടി വന്നത് അല്ലെങ്കിൽ നിർത്തേണ്ടി വന്നത്? ഇനി ഒരു അംബാസഡറിൻ്റെ വരവുണ്ടാവുമോ? എന്താണ് ഈ വണ്ടിയുടെ ചരിത്രം? എന്താണ് ഈ വണ്ടിയുടെ നാൾ വഴികൾ? എല്ലാം പറയാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സാധാരണ രണ്ട് ബോഡി സ്റ്റൈലുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ബോഡി ഓൺ ഫ്രെയിമും മോണോക്കോക്കും. എന്നാൽ ഇത് രണ്ടുമല്ലാത്ത സെമി മോണോക്കോക്ക്, സെമി ചാസിസ് മോഡലാണ് ഈ ഒരു അംബാസഡർ എന്നറിയാമോ? അതായത് കുറേയധികം പ്രത്യേകതകളുള്ള ഒരു വണ്ടിയാണ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ അംബാസഡർ. എന്നിട്ടും അംബാസഡർ നിരത്ത് വിട്ടുപോയി. അതെന്തായിരിക്കും കാരണം? 57 വർഷം, അതായത് 1958 മുതൽ 2014 വരെ, അതായിരുന്നു അംബാസഡറിൻ്റെ കാലഘട്ടങ്ങളെന്ന് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഒരു കാര്യം എടുത്ത് നോക്കിയാൽ തന്നെ അംബാസഡറിൻ്റെ ജനപ്രീതി മനസ്സിലാക്കാൻ പറ്റും. 57 വർഷം ചെറിയ കാലയളവല്ല. പിന്നെ ഇന്നും പല സിനിമകളിലും നായകൻ്റെ വണ്ടി അംബാസഡറാണ്. അപ്പോൾ അംബാസഡറിൻ്റെ ജനകീയതയെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതല്ല. കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും എന്നാൽ ഒരിത്തിരി കെയറിംഗ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ കൂടിയും വണ്ടി ഇപ്പോഴും നന്നായി തന്നെ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. 1950 ലണ്ടനിലെ ഓക്സ്ഫോർഡിലുള്ള മോറിസ് മോട്ടോഴ്സ് ലിമിറ്റഡിൽ നിന്ന് കാറുണ്ടാക്കാനുള്ള റൈറ്റ്സും അതിനുള്ള ഉപകരണങ്ങളുമൊക്കെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് വാങ്ങുകയാണ്. അങ്ങനെയാണ് അംബാസഡറിൻ്റെ ഒരു ബേസ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ വിൽപ്പനയിലേക്ക് എത്താനുള്ള വഴി തുറക്കുന്നത് എന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ ഫാക്ടറി, അതായത് അംബാസഡർ ഉണ്ടാക്കിയിരുന്നത് കൊൽക്കത്തയിലെ ഉത്തർപാറ എന്ന സ്ഥലത്താണ്, വെസ്റ്റ് ബംഗാളിലാണത്. ഇതേ വണ്ടി UK കയറ്റുമതി ചെയ്യപ്പെടേണ്ടതുണ്ട്. അവിടുത്തെ ഒരു ലോക്കൽ ഇമ്പോർട്ടാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് വണ്ടികളെ അത് വിറ്റിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ആ ഒരു വണ്ടികളുടെ ഒരു ചരിത്രം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലേക്ക് വന്ന വണ്ടി ഇന്ത്യയിൽ നിന്ന് പോയി അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കയറ്റിവിടപ്പെട്ടു എന്നുള്ളതാണ് ചരിത്രത്തിൻ്റെ കാര്യമായിട്ട് പറയാനുള്ളത്. അങ്ങനെ ഒരു കാര്യം കൂടി അംബാസഡറിന് ഉണ്ടായിട്ടുണ്ട്. ഈ വണ്ടിയുടെ പേരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യപ്പെട്ട വണ്ടിയുടെ പേരെന്ന് പറയുന്നത് ഫുൾ ബോർ മാർക്ക് 10 എന്നായിരുന്നു. പക്ഷേ കടൽ കടന്ന് പോയ വണ്ടി വലിയ വിജയമൊന്നും ആയില്ല. ഇമ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ച ആളുടെ കട പൂട്ടിക്കെട്ടുകയാണ് ഉണ്ടായത്. ഇന്നത്തെ പോലെ തന്നെ അന്നും ഇവിടെ ഉണ്ടാക്കിയ വണ്ടി വെറുതെ അങ്ങ് കയറ്റിവിടാനൊന്നും പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ UK വേണ്ടിയിട്ട് സീറ്റ് ബെൽറ്റും ഹീറ്ററും അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും സേഫ്റ്റിയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വണ്ടി കയറ്റിവിടേണ്ടത്. ഞാൻ ഈ വണ്ടി എന്ന് പറയുന്നത് അംബാസഡറിനാണ്. ഇത് ഗ്രാൻഡാണ്. അന്ന് കയറ്റിവിട്ട വണ്ടിയും ഇതുമായിട്ട് വലിയ സാമ്യമൊന്നും പറയാനില്ല. നമുക്കെന്തായാലും അംബാസഡറിൻ്റെ നാൾ വഴികളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. കുറച്ചധികം കൊണ്ട് പറയാൻ. സീറ്റ് ബെൽറ്റൊക്കെ മുറുക്കിക്കോളൂ. നമുക്ക് ഈ യാത്ര തുടങ്ങാം. 1948 ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ ആദ്യ കാറായിട്ടുള്ള ലാൻഡ് മാസ്റ്റർ വരുന്നത്. ഓക്സ്ഫോർഡ് 2 എന്നുള്ള കാറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ടാക്കിയ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ ആദ്യ വണ്ടിയായിട്ടുള്ള ലാൻഡ് മാസ്റ്റർ ബ്രിട്ടീഷ് പാർട്സുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുണ്ടാക്കിയിട്ട് വണ്ടിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ടാക്സി വാലകൾ അല്ലെങ്കിൽ ഓഫീഷ്യൽസൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വണ്ടിയായിട്ട് ലാൻഡ് മാസ്റ്റർ മാറി. അപ്പോൾ അംബാസഡറിൻ്റെ മുൻഗാമി, അതായത് അംബാസഡറിന് തറക്കല്ലിട്ട ജൈത്രയാത്ര തുടങ്ങാൻ സഹായിച്ച വണ്ടി എന്നുള്ളത് ലാൻഡ് മാസ്റ്ററുടെ കാര്യമായിട്ട് പറയാം. 1948 എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ലാൻഡ് മാസ്റ്റർ എന്ന് പറഞ്ഞ വണ്ടി, ഇപ്പോൾ മോറിസ് മോട്ടോഴ്സ് ലിമിറ്റഡിൻ്റെ ഓക്സ്ഫോർഡ് 2 അടിസ്ഥാനമാക്കിയിട്ടുള്ള വണ്ടി ശരിക്കും ഒരു റൂട്ടിലേക്കുള്ള പ്രയാണം ആരംഭിക്കുകയായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ടാണ് അംബാസഡറിൻ്റെ ആ ഒരു ജൈത്രയാത്ര തുടങ്ങുന്നത്. പിന്നീട് 1957 ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് മോറിസ് ഓക്സ്ഫോർഡ് 3 ടൂൾസും റൈറ്റ്സും ഒക്കെ വാങ്ങുകയാണ് അല്ലെങ്കിൽ സ്വന്തമാക്കുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് 1957 അംബാസഡർ ഉണ്ടാക്കി തുടങ്ങുന്നു. 1958 അംബാസഡറിൻ്റെ മാർക്ക് 1 നിരത്തിലെത്തി. മാർക്ക് 1 മോഡലിനെ പരിചയപ്പെടുത്തുന്ന കാര്യമില്ല. ഇന്നലെയും നമ്മൾ ആ കാറ് തുടരും സിനിമയിൽ കണ്ടു, മുന്നേയും കണ്ടിട്ട്. അപ്പോൾ ജനപ്രീതി മനസ്സിലായില്ലേ? കൊണ്ടു നടക്കുന്ന ഒരു വൃത്തിയായി തന്നെയാണ് ആ വണ്ടി കൊണ്ടു നടക്കുന്നത്. പിൻവശത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ ആകർഷണം. ഇന്നും നമുക്ക് ആ ഒരു പിൻവശം കണ്ട ഒരു കൗതുകമുണ്ട്. അപ്പോൾ അംബാസഡറിൻ്റെ ഏറ്റവും കൂടുതൽ മാറിയ ഭാഗവും പിൻഭാഗം തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ. 1489 cc സൈഡ് വാൽവ്, ഏറെക്കുറെ 55 bhp പവറുള്ള മോറിസ് നിന്ന് ഡെറിവ് ചെയ്തിട്ടുള്ള എഞ്ചിനായിരുന്നു അന്ന് മാർക്ക് 1 ഉണ്ടായിരുന്നത്.
എനിക്ക് തോന്നുന്നു അത്യാവശ്യം റിലയബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനായിരുന്നു അത്, പെട്രോൾ എഞ്ചിനായിരുന്നു അത്. ഇന്ന് ആ എഞ്ചിൻ അങ്ങനെ വണ്ടികളിൽ കാണാൻ കിട്ടുക പ്രയാസമാണ്. പല വണ്ടികളും മറ്റു ഡോറിലേക്ക് മാറി അതല്ലെങ്കിൽ എഞ്ചിൻ സാപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അംബാസിഡറിൻ്റെ പഴയ മോഡലുകളിലെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ഒരിത്തിരി ചെരിഞ്ഞിരിക്കും. നോവയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പല മോഡലും കണ്ടിട്ടുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് അന്ന് കൊളാപ്സിബിൾ സ്റ്റിയറിംഗ് കോളൊന്നുമില്ല. അപ്പോൾ പൈപ്പ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലൂടെയാണ് സ്റ്റിയറിംഗ് റോഡ് പോകുന്നത്. ഇവിടെ എഞ്ചിൻ്റെ ആ ഒരു റൂമിൻ്റെ താഴെ വീലിൻ്റെ മഡ് ഗാർഡിലുണ്ട്. അതൊരിത്തിരി ചെരിച്ച് വെച്ചാലേ ശരിക്കും ആ ഒരു കണക്ട് ചെയ്യാൻ പറ്റുള്ള റോഡ്. അതുകൊണ്ടാണ് ആ ചെരിവുണ്ടായിരുന്നത്. പിന്നീട് ഇപ്പോൾ മാറി, ഈ ഗ്രാൻഡൊന്നും അങ്ങനെയില്ല. അതുമാത്രമല്ല, ക്ലച്ച് പെഡൽ താഴെ നിന്ന് മുകളിലേക്ക് ആവാനും കാരണം അത് തന്നെയാണ്. ഈ സ്റ്റിയറിംഗ് റോഡിന് പോകാനുള്ള വഴിയാണത്. അതിനകത്ത് ഒരു പെഡൽ കൂടി തൂക്കിടാൻ പറ്റില്ല. പക്ഷേ ബ്രേക്ക് പെഡൽ ഹാങ്ങിങ് ആയി. പിന്നീട് വന്ന മോഡലുകളിൽ ഈ വണ്ടിക്ക് ഓർഗൻ ടൈപ്പ് ആക്സിലേറ്റർ പെഡലുണ്ട് നമ്മുടെ ഗ്രാൻഡിന്. 1962 അംബാസിഡർ മാർക്ക് 2 പുറത്തിറങ്ങി. മാർക്ക് 2 അംബാസിഡർ വരുന്നത് മോറിസ് മിനിയുമായിട്ടുള്ള സാമ്യതയിലാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? വലുപ്പത്തിലല്ല ഞാൻ പറയുന്നത്, രൂപത്തിൽ മാർക്ക് 2-ന് മോറിസ് മിനിയുമായിട്ടുള്ള സാമ്യമുണ്ടായിരുന്നു. അന്ന് വരെ മാർക്ക് 1 ജനിച്ചിരുന്നില്ല, കാരണം അത് അംബാസിഡർ മാത്രമായിരുന്നു. ഈ മാർക്ക് 2 വന്നപ്പോഴാണ് പഴയ മോഡലിനെ മാർക്ക് 1 എന്ന് വിളിച്ച് തുടങ്ങിയത് തന്നെ. അപ്പോൾ ആ ഡാഷ്ബോർഡ് മാറി, അല്ലെങ്കിൽ രൂപത്തിൽ മാറ്റങ്ങൾ വന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരിത്തിരി മാറ്റങ്ങളുമായിട്ടാണ് മാർക്ക് 2 വന്നത്. ഇപ്പോൾ അതിനകത്തെ ഡാഷ്ബോർഡിൻ്റെ മെറ്റീരിയലുകളാണ് കൂടുതലും മാറ്റം ഉണ്ടായത്. നടുവിലെ ആ ഒരു കാര്യങ്ങളും മീറ്ററൊക്കെ തന്നെ അങ്ങനെ തന്നെ തുടർന്നു. ലൈറ്റുകളും ഇൻഡിക്കേറ്റർ ബസലുകളും പിന്നിലെ നമ്പർ പ്ലേറ്റും എല്ലാം മാറ്റങ്ങൾ പെടുന്ന കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു 1975 മാർക്ക് 3 വരുന്നത് വരെ മാർക്ക് 2-ൽ ആ ഒരു മാർക്ക് 2 മാർക്ക് 1 ഒക്കെ അങ്ങനെ തുടർന്നു. അതായത് ഈ വണ്ടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എതിരാളികളില്ലാത്ത വണ്ടിയായിരുന്നു. ഇപ്പോൾ മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3 മോഡലുകളും, അതായത് പ്രീമിയർ പത്മിനി അതുപോലെ സ്റ്റാൻഡേർഡ് ഗസൽ എന്ന് പറയുന്ന വണ്ടികളിൽ മാത്രം ചെറിയ കോമ്പറ്റീഷനിൽ നിരത്തിൽ നിൽക്കുന്ന വണ്ടികളായിരുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ എതിരാളികളില്ലാണ്ട് വാഴുന്ന മറ്റു വണ്ടികളുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു വണ്ടി ഇന്ത്യയിലുണ്ടെന്ന്. ഈ കാലഘട്ടത്തിലാണ് കുറച്ചു കാലം മാത്രം നിരത്തിലുണ്ടായിരുന്ന എസ്റ്റേറ്റ് വാഗൺ അംബാസഡറിന് ലഭിക്കുന്നത്. അംബാസിഡർ എസ്റ്റേറ്റ് എന്ന പേരിലായിരുന്നത്. 1975 മാർക്ക് 3 വന്നു. മുന്നിലെ മാറ്റങ്ങൾ, പിന്നിലെ മാറ്റങ്ങൾ, ഡാഷ്ബോർഡിലെ മാറ്റങ്ങൾ, അകത്തെ മാറ്റങ്ങൾ, അങ്ങനെ മാറ്റങ്ങളാൽ സമ്പന്നമായിട്ടാണ് മാർക്ക് 3 വന്നത്. മാർക്ക് 3ക്ക് 2 വേർഷനുകളായി, സ്റ്റാൻഡേർഡും ഡീലക്സും. ആ ഡീലക്സിലാണ് നമ്മൾ കണ്ട 4 മീറ്ററും വട്ടത്തിലുള്ള നടുവിലെ സ്പീഡോ മീറ്ററും ഉള്ള ഡാഷ്ബോർഡ് വന്ന് 2 വശത്തും ആ ഗ്ലോ ബോക്സൊക്കെ ആയിട്ട്. പിന്നെ മാർക്ക് 4 വരുന്നതിന് മുന്നെയാണ് വൈപ്പറുകൾ സാധാ പോലെ, അതായത് ഒരു വശത്തേക്ക് അതുണ്ടായത്. അതിന് മുമ്പ് ബട്ടർഫ്ലൈ വൈപ്പറായിരുന്നു. പിന്നീട് നമ്മൾ ഇന്ത്യൻ കാറുകളിൽ ബട്ടർഫ്ലൈ വൈപ്പർ കാണുന്നത് ഹെക്സയിലൊക്കെയാണ്. പണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അംബാസഡറിൻ്റെ ആ ഒരു വൈപ്പറിനെ, പഴയ മോഡലിൻ്റെ. അത് മാർക്ക് 4 വരുന്നതിന് മുന്നേ തന്നെ മാറി എന്നുള്ളതാണ്. അങ്ങനെ മാർക്ക് 3യുടെ കുറച്ച് കാലത്തെ ആ ഒരു ജൈത്രയാത്രയ്ക്ക് വിരാമം വിട്ട് 79 മാർക്ക് 4 വന്നു. 1979 മാർക്ക് 4 നിരത്തിലെത്തുന്നത്. 90 വരെ ആ ഒരു മാർക്ക് 4 തുടർന്നു. നമ്മൾ 2014 വരെ അംബാസഡർ കണ്ടുവന്നിട്ടുള്ള ഡിസൈൻ ചേഞ്ച്, അല്ലെങ്കിൽ അംബാസഡറിൻ്റെ രൂപം എന്ന് പറയുന്നത് മാർക്ക് 4 കൂടി വന്നതാണ് എന്ന് പറയാം. അതായത് മാർക്ക് 1 നിന്ന് 4ലേക്ക് എത്തുമ്പോൾ തന്നെ രൂപത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ആ രൂപം പിന്നീട് മാറിയില്ല എന്ന് തന്നെ പറയാനുള്ളത്. ചെറിയ ചെറിയ ബമ്പറിലെ മാറ്റങ്ങളും അല്ലെങ്കിൽ ഹെഡ്ലാമ്പിലെ മാറ്റങ്ങളും ഒക്കെ ആയിട്ട് കോസ്മെറ്റിക് ചേഞ്ചസ് മാത്രമായിട്ടാണ് പിന്നീട് അംബാസഡർ അരങ്ങുവാണത്. ആദ്യ ഇന്ത്യൻ നിർമ്മിത ഡീസൽ കാറ് അംബാസഡർ ആണെന്ന് പറഞ്ഞാലോ. 1980-ലാണത്. 1488 cc ഡീസൽ എഞ്ചിനുമായിട്ടാണ് ആ വണ്ടി വന്നത്. ആ വണ്ടി എന്ന് പറയുന്നത് BYDയുടെ EMAX 7 അല്ല, അതിന് മുമ്പത്തെ മോഡൽ E6 അതൊക്കെ വന്ന പോലെ ടാക്സിക്കാർക്കും ഗവൺമെൻറ് ഓഫീഷ്യൽസിനും മാത്രം വാങ്ങാവുന്ന ഒരു വണ്ടിയായിട്ടാണ് അംബാസഡർ ഡീസൽ വന്നത്, മാർക്ക് 4. അങ്ങനെ വരുമ്പോൾ വേറൊരു കാര്യം ഉണ്ടായിരുന്നു. പെട്രോൾ മോഡലിനേക്കാൾ 25% വില കൂടുതലുള്ള വണ്ടിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും വില കൂടിയ ഡീസൽ മോഡൽ, അല്ലെങ്കിൽ വില വ്യത്യാസമുള്ള ഡീസൽ പെട്രോൾ മോഡലുകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഇന്ത്യൻ നിർമ്മിത അംബാസഡർ ഡീസലായിരുന്നു. 37 bhp പവറുണ്ടായിരുന്ന ആ ഡീസൽ എഞ്ചിനുള്ള മോഡലിനെ ഇന്ത്യക്കാർ കൈ നീട്ടിയാണ് സ്വീകരിച്ചത്. ടാക്സിക്കാരും ഇന്ത്യൻ ഒഫീഷ്യൽസും എന്ന് വേണമെങ്കിൽ പറയാം, ഗവൺമെൻറ് ഒഫീഷ്യൽസ്. മാർക്ക് 4 അതായിരുന്നു അംബാസഡറിലെ മാർക്ക് കാറുകളിലെ അവസാന കണ്ണി. പിന്നീട് അത് ഡീലക്സും പിന്നീട് നോവയുമായി മാറി. ഏകദേശം ആ സമയത്ത് തന്നെയാണ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് കോണ്ടസ ഉണ്ടാക്കി തുടങ്ങുന്നത്. അംബാസഡറിന് പകരക്കാരനായിട്ടാണ് കോണ്ടസ വന്നതെന്ന് അറിയാമോ? പക്ഷേ അംബാസഡറിൻ്റെ പോപ്പുലാരിറ്റി കാരണം അംബാസഡർ നിർത്താതിരിക്കുകയായിരുന്നു ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്. 2 വണ്ടിയും കൂടെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് വിറ്റു. 1990 മുതൽ 99 വരെ നോവ നിരത്തിനായി. 1488 cc 37 bhp പെട്രോളും ഡീസലും 55 bhp പെട്രോൾ മോഡലുമായിട്ട് 2 എഞ്ചിനുകൾ നോവയിലുണ്ടായിരുന്നു. ഡീസലിനെ DX എന്നായിരുന്നു വിളിച്ചത്. പുതിയ തരം സ്റ്റിയറിംഗ് വീലും അല്ലെങ്കിൽ സ്റ്റിയറിംഗ് കോളവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോവയിലാണ് വന്നത്. ഹാങ് ചെയ്യുന്ന ബ്രേക്ക് പെഡൽ,
ക്ലച്ച് പെഡൽ മാറില്ല നേരത്തെ പറഞ്ഞ പോലെ, അതുപോലുള്ള കാര്യങ്ങൾ വന്നു. ഫ്ലോർ ഷിഫ്റ്റ് വന്നു. എനിക്ക് തോന്നുന്നു പലവിധമായ മാറ്റങ്ങൾ നോവയിൽ വന്നു. നോവയിൽ എടുത്തു പറയുന്ന മാറ്റം എന്ന് പറയുന്നത് ഡ്രൈവറുടെ മുന്നിലേക്ക് ഡാഷ്ബോർഡ് മാറി എന്നുള്ളതാണ്. 2 ഗ്ലോ ബോക്സുകളായിരുന്നല്ലോ മുന്നേ. ഈ 2 ഗ്ലോ ബോക്സുകളും നടുവിലെ മീറ്റർ സങ്കരവും മാറിയിട്ട് ഒറ്റ ആ ഒരു മീറ്റർ ക്ലസ്റ്റർ പോലുള്ള ആ ഒരു ഭാഗവും ബാക്കി അങ്ങോട്ടുള്ള ഡാഷ്ബോർഡ് ഡിസൈനും മാറി. ഗ്ലോ ബോക്സ് ഒരെണ്ണം പോയെങ്കിലും പുതുമകൾ വന്നു എന്നുള്ളതാണ് നോവയുടെ പ്രത്യേകത. ഇലക്ട്രിക് സിസ്റ്റവും മാറി, ഓൾട്ടർനേറ്റർ ഐഡനോ മാറിയിട്ട് മാത്രവുമല്ല പുതിയ ഗ്രിൽ ഡിസൈനും നോവയിൽ വന്നു. അതിനിടയിൽ 1992 1800 ISZ എന്ന് പറഞ്ഞ മോഡൽ കൂടി ഈ ഒരു വണ്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് 75 bhp പവറുള്ള ആ വണ്ടിയാണ് ക്ലാസിക്കായിട്ട് പിന്നീട് മാറിയതെന്ന് പറയാം. 1817 cc 75 bhp പവറുള്ള പെട്രോൾ എഞ്ചിനായിരുന്നു ആ ഒരു മോഡൽ ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ കോണ്ടസയിൽ ഉപയോഗിച്ചിരുന്ന 1.8 ലിറ്റർ എഞ്ചിൻ തന്നെയായിരുന്നത്. ബക്കറ്റ് സീറ്റുകളും ഫ്ലോർ മൗണ്ടഡ് 5 സ്പീഡ് ഗിയർ ബോക്സും ഒക്കെ വന്നത് ആ ഒരു മോഡലിലാണ്. പിന്നീട് ആ മോഡലാണ് ക്ലാസിക്കായിട്ട് മാറിയതെന്ന് ഞാൻ പറഞ്ഞില്ലേ. കോണ്ടസയിലെ എഞ്ചിന് പവർ കൂടുതലായിരുന്നു, ഏറെക്കുറെ 80 bhp. പക്ഷേ അംബാസഡറിലേക്ക് വന്നപ്പോൾ അത് 75 bhp ആയി. ഒരിത്തിരി കരുത്ത് കുറച്ചാണ് ആ എഞ്ചിൻ അവർ അംബാസഡറിന് നൽകിയത്. ശരിക്കും പറഞ്ഞാൽ സ്പെഷ്യൽ ഓർഡറുകളായിട്ടും അല്ലെങ്കിൽ കസ്റ്റം ബിൽറ്റായിട്ടൊക്കെ മുന്നേയും അംബാസഡറിൽ ആ എഞ്ചിൻ കിട്ടിയിരുന്നത്രേ. എന്നാൽ ഈ ഒരു മോഡലിൽ, അതായത് ISZ 1800 എന്ന മോഡലിലാണ് ആ ഒരു എഞ്ചിൻ 1992 ശരിക്കും പറഞ്ഞാൽ നിരത്തിലേക്ക് പ്രോപ്പറായിട്ട് വരുന്നതെന്ന് പറയാം. ആ 1.8 എഞ്ചിൻ ഉണ്ടല്ലോ, ഇസൂസിൻ്റെ എഞ്ചിൻ, ആ എഞ്ചിൻ എന്ന് പറയുന്നത് ശരിക്കും ജാപ്പനീസ് കാറുകളോട് പോലും മുട്ടി നിൽക്കാവുന്ന റേബിളായിട്ടുള്ള എഞ്ചിനായിരുന്നു അന്ന് എന്നാണ് പറയുന്നത്. ശരിക്കും അവിടുന്ന് അങ്ങോട്ട് ഈ ഒരു മോഡൽ ക്ലാസിക് ആവുന്നത് 1998 ഡൽഹി മോട്ടോർ ഷോയിലാണ് ക്ലാസിക് എന്ന പേര് കിട്ടുന്നത്. ഓക്കെ, അവിടുന്ന് അങ്ങോട്ട് പലവിധ മോഡലുകളിൽ പലവിധ രൂപങ്ങൾ നമ്മൾ അംബാസഡർ കണ്ടു, പല എഞ്ചിനുകൾ കണ്ടു. ഗവൺമെൻറ് ഡീസലാക്കാനുള്ള പെർമിഷൻ കൊടുത്തപ്പോൾ മറ്റ് ഡോർ എഞ്ചിനുകൾ അംബാസഡറിൽ കണ്ടു. അതുപോലെ പലവിധമായ രൂപമാറ്റം വരുത്തിയ വണ്ടികൾ കണ്ടു, പല കസ്റ്റമൈസേഷൻ കണ്ടു, അലോയ് വീലൊക്കെ ഇട്ട് വൃത്തികേടാക്കിയ വണ്ടികൾ കണ്ടു, സ്റ്റോക്കായിട്ട് ക്ലാസിക്കായിട്ട് കൊണ്ടുവരുന്ന നല്ല വണ്ടികൾ കണ്ടു. ഒരു പക്ഷേ നമ്മുടെ നിരത്തിൽ കാണുന്ന അംബാസഡറുകൾ ഏത് മോഡലാണെന്നോ ഏത് വേരിയൻ്റ് ആണെന്നോ ഏത് എഞ്ചിനാണെന്നോ മനസ്സിലാക്കാൻ പറ്റാത്ത വിധം മാറ്റങ്ങൾ വരുത്തുന്ന ഒരു നിലയിലേക്കായി കാര്യങ്ങൾ. ഓക്കെ, മറ്റൊരു എഞ്ചിൻ വെച്ചത് മൈലേജിന് വേണ്ടിയാണെന്ന് പറയാം, ഓടിക്കാൻ രസത്തിന് വേണ്ടിയാണെന്ന് പറയാം. അംബാസഡറിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, തുരുമ്പ് വരിക, അല്ലെങ്കിൽ അംബാസഡർ വന്ന് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ തന്നെ പണിയെടുക്കണം, അല്ലെങ്കിൽ കുറേ ഭാഗങ്ങൾ വെൽഡ് ചെയ്യണം. അങ്ങനെ ഫാക്ടറിയിൽ നിന്ന് പാതി വെന്ത ചോറ് പോലെ കിട്ടുന്ന ഒരു മോഡലായിരുന്നല്ലോ അംബാസഡർ. അത് മാറി ക്ലാസിക്കായപ്പോൾ ഒരുവിധം വണ്ടിയായിട്ട് നിരത്തിലെത്തുന്ന ഒരു വണ്ടിയായിട്ട് അംബാസഡർ മാറിയിരുന്നു എന്നുള്ളതാണ്. 2003 അംബാസഡർ ഗ്രാൻഡ് വരുന്നത്. അംബാസഡർ ഗ്രാൻഡിന് ഓപ്ഷണലായിട്ട് സൺറൂഫ് ഉണ്ടായിരുന്നു. മുന്നത്തെ മോഡലുമായിട്ട് 137 മാറ്റങ്ങളാണ് അവർ വണ്ടിക്ക് പറയുന്നത്. ഈ വണ്ടിക്ക് എന്ന് പറയുമ്പോൾ ഗ്രാൻഡിന് പറയുന്നത് മോൾഡ് ചെയ്ത ഡോർ പാഡ്, മോൾഡ് ചെയ്ത റൂഫ് ലൈനർ, സ്റ്റിയറിംഗ് വീല്, മുൻപിൻ ബമ്പറുകൾ, കൂടാതെ ആൻറ്റി റോൾ ബാർ, ബുഷ് മാറി എന്നും കംപ്ലൈൻറ്റ് ബുഷിൻ്റെ മാറ്റങ്ങളുണ്ട്. ഡ്രം ബ്രേക്കുകളുടെ വലിപ്പം കൂട്ടി മെച്ചപ്പെടുത്തി. അങ്ങനെ പലവിധമായ മാറ്റങ്ങൾ, 137 മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് പറയുന്നതാണ്, ഇനി പറയേണ്ട കാര്യമില്ല. അത്രയും മാറ്റങ്ങളുമായിട്ട് ഗ്രാൻഡ് വന്നു. 2003 ഗ്രാൻഡ് വന്നു. ഗ്രാൻഡ് അവസാന ജനറേഷനാണ് അംബാസഡറിൻ്റെ എന്ന് പറയാം. ഈ ഗ്രാൻഡിന് ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട്. ഇത് AC ഒക്കെ ഉള്ള മോഡലാണ്, AC പവർ ഷെയറിംഗ് ഉള്ള മോഡലാണ്. ഈ മോഡലിൽ പവറിൻ്റെ ഒന്നുമില്ല, പക്ഷേ ഇതിനകത്ത് ഓടിക്കാനായിട്ട് അത്യാവശ്യം നല്ല സുഖമുണ്ട്. എഞ്ചിനുകളും മാറുകയുണ്ടായി. ഒരു മ്യൂസിക് സിസ്റ്റവും ഓപ്ഷണലായിട്ട് ഗ്രാൻഡിലുണ്ടായിരുന്നു. ഇതിൻ്റെ ഇൻസ്റ്റലേഷനും ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് മെച്ചപ്പെടുത്തിയിരുന്നു എന്നാണ് പറയുന്നത്. ഫ്രാൻസിലെ ഒരു കമ്പനിയുടെ സഹായം അതിനുവേണ്ടി തേടിയിരുന്നത്രേ. ഇതിൻ്റെ മുൻപിൻ പ്ലാസ്റ്റിക് ബമ്പറുകളും കാര്യങ്ങളൊക്കെ ഗ്രാൻഡിനൊരിത്തിരി ചന്തം കൊടുക്കുന്നുണ്ടെങ്കിലും ആ ഒരു ക്ലാസിക്കിൻ്റെതായിട്ടുള്ള ഒരു ടൈംലെസ് ഡിസൈൻ എന്ന് പറയാൻ, അല്ലെങ്കിൽ രൂപം എന്ന് പറയാൻ ഗ്രാൻഡിന് കഴിയുമെന്ന് സംശയമാണ്. അംബാസഡർ ഗ്രാൻഡിന് 2 എഞ്ചിനുകളാണ്, 1.8ഉം 2 ലിറ്ററും. ഇത് 2 ലിറ്ററാണ്. പിന്നീട് BS4 ആക്കാനായിട്ട് 2007 ഒരു 1.5 എഞ്ചിനും ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അംബാസഡറിന് നൽകുകയുണ്ടായി. അംബാസഡറിനെ റാഡിക്കലായിട്ട് രൂപമുള്ള, കണ്ടാൽ അംബാസഡർ ആണെന്ന് തോന്നിക്കാത്ത അവിഗോ എന്ന മോഡലുണ്ടായിരുന്നു. അറിയാമോ? അവിഗോ എന്ന മോഡൽ 2004 വന്നത്. ഹെഡ് ലാമ്പുകളൊക്കെ ഇങ്ങനെ മാറ്റിസിൻ്റെ ഇതുപോലെ ഇങ്ങനെ ചെരിഞ്ഞൊക്കെ ഇരിക്കുന്ന, പാനലുകളൊക്കെ സെയിം ആണെങ്കിലും മുൻപിൻ മാറ്റങ്ങളും ഒരിത്തിരി റാഡിക്കലായിട്ട് രൂപമുള്ള അവിഗോ അധികമൊന്നും സ്വീകരിക്കപ്പെട്ടൊന്നുമില്ല. ഇന്നും നിരത്തിൽ അങ്ങനെ അധികം കാണാൻ പറ്റാത്തൊരു വണ്ടിയാണ് അവിഗോ. പക്ഷേ അവിഗോയ്ക്ക് ഒരിത്തിരി കൗതുകം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം സാധാ അംബാസഡറേ അല്ല, ഒരിത്തിരി റാഡിക്കലായിട്ടുള്ള രൂപമാണ്. മാത്രമല്ല ആ വണ്ടി ആളുകൾക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അധികം സ്വീകരിക്കപ്പെട്ടില്ല എന്ന് തന്നെ പറയാം. പിന്നീട് മെട്രോ സിറ്റികൾക്കും മറ്റുമായിട്ട് BS4 എൻകോർ എന്ന പേരിൽ അംബാസഡർ ഒരു വരവ് കൂടി വരികയുണ്ടായിട്ടുണ്ട്. നൈജീരിയയിലേക്കും മറ്റും കുറച്ച് വണ്ടികളൊക്കെ കയറ്റി വിട്ടു. എന്നിരുന്നാൽ പോലും അംബാസഡറിന് വലിയ കാര്യമായിട്ട് നിരത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. 2014 കൂടിയിട്ട് അംബാസഡർ നിരത്ത് വിടുകയായിരുന്നു. ഒരു യുഗത്തിൻ്റെ അവസാനം, 57 വർഷം നീണ്ടു നിന്ന ജൈത്രയാത്രയുടെ അവസാനം.
ഒരു കാലത്ത് ടാക്സി മാർക്കറ്റുകളുടെയും രാഷ്ട്രീയക്കാരുടെയും ഒക്കെ പ്രിയപ്പെട്ട വണ്ടിയായിരുന്നല്ലോ അംബാസഡർ. ബോംബെയിലെ മഞ്ഞടിച്ച കറുത്ത ടാക്സികൾ അങ്ങനെ മറക്കാൻ പറ്റുമോ? മന്ത്രിമാരുടെ കാറുകൾ മറക്കാൻ പറ്റുമോ? നമ്മൾ കോൺവോയ് കാണുമ്പോൾ അതിൽ കൂടുതലും അംബാസഡറല്ലേ പഴയ പല സിനിമകളിലും കണ്ടിട്ടുള്ളത്. ഇപ്പോൾ പുതിയ സിനിമയിൽ കാണുന്ന മാർക്ക് 1 വണ്ടികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. പണ്ട് കലക്ടറാണെങ്കിലും മന്ത്രിയാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും വന്നിറങ്ങിയത് അംബാസഡറിലായിരുന്നല്ലോ. ഇനി അംബാസഡർ തിരിച്ചു വരുമോ? നിങ്ങൾ പല മഞ്ഞപ്പത്രങ്ങളിലും പല ക്ലിക്ക് ബൈറ്റുകളുമായിട്ടും അംബാസഡർ വരുന്നു എന്ന് കണ്ടു കാണും. പക്ഷേ അംബാസഡർ ഒന്നും വരില്ല. ഒരു പക്ഷേ അംബാസഡറിൻ്റെ പേര് ഒരു ഇലക്ട്രിക് കാറായിട്ടോ മറ്റോ തിരിച്ചു വന്നേക്കാം. അതിന് കാരണമെന്ന് പറയുന്നത് 2017 സ്റ്റെല്ലാൻഡിസിൻ്റെ PSA ഗ്രൂപ്പ് അംബാസഡർ എന്ന നാമം കൈക്കലാക്കിയിട്ടുണ്ട്. ഓക്കെ, അംബാസഡർ തിരിച്ചു വരികയോ വരാതിരിക്കുകയോ ആവട്ടെ, നമുക്ക് ഈ വണ്ടിയെ മറക്കാൻ പറ്റുമോ? ഇത് ഇന്ത്യയുടെ ചരിത്രമല്ലേ, 57 വർഷം നീണ്ടു നിന്ന ചരിത്രം. ഇന്നും നല്ല വണ്ടികളായിട്ടും ക്ലബ്ബുകളായിട്ടും റോഡിൽ കാണുന്ന ചരിത്രം, സിനിമകളിലെ നായകൻ്റെ വണ്ടിയായിട്ട് കാണുന്ന ചരിത്രം. അംബാസഡറിന് അല്ലെങ്കിൽ അംബാസഡർ വണ്ടികൾക്ക് മരണമില്ലെന്ന് പറയാം. അംബാസഡർ ഒരു ഐക്കണാണ്, ഒരു ഹിസ്റ്ററിയാണ്, ഒരു ലെഗസിയാണ്. ഇന്ത്യൻ റോഡുകളിലെ രാജാവായിരുന്ന വണ്ടിയാണ്. അപ്പോൾ അടുത്ത വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.